ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള, ആങ്ഷ്യസ് ആയിട്ടുള്ള, വിഷമം വരുന്ന, പേടി വരുന്ന, ടെൻഷൻ ഉണ്ടാവുന്ന, ഡിപ്രഷൻ വരെ എത്തുന്ന പല സിറ്റുവേഷൻസും നമുക്ക് ഉണ്ടാക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ഈമാൻ കുറയുന്നതുകൊണ്ടാണോ, നമ്മുടെ വിശ്വാസം കുറയുന്നതുകൊണ്ടാണോ? പലപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയമാണ്. ഇൻഫാക്ട് എനിക്കും ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവാറുണ്ട്. ബട്ട് ഐ വാസ് റോങ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഗൈസ്. നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം കുറയുന്നതുകൊണ്ടല്ല നമുക്ക് ഇങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടാവുന്നത്. ഖുർആനിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഈ കാര്യം പറയുന്നത്. മറിയം ബീവി, ദ ഗ്രേറ്റസ്റ്റ് വുമൺ ഇൻ ദ ഹിസ്റ്ററി. മറിയം ബീവി വിവാഹം പോലും കഴിക്കാതെ പ്രഗ്നൻ്റ് ആവുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ നിന്ന് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടാവുന്നത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒബ്വിയസ്ലി മറിയം ബീവി വിഷമിച്ചിട്ടുണ്ടാകും, സ്ട്രെസ്ഡ് ആയിട്ടുണ്ടാകും, ആങ്ഷ്യസ് ആയിട്ടുണ്ടാകും, പേടി തോന്നിയിട്ടുണ്ടാകും. എനിക്കൊരു കമ്പാനിയൻ ഇല്ലല്ലോ, ഞാൻ എന്താ ചെയ്യാന്നുള്ള ആലോചിച്ച് ടെൻഷൻ ആയിട്ടുണ്ടാകും. ആ മൊമെൻറ്റിലും അല്ല ഒരിക്കലും അവരെ കൈവിടല്ല ചെയ്തത്. അല്ല ഒരിക്കലും നിന്റെ മനസ്സിനുള്ളിൽ ഒരു നന്മയില്ല, നിന്റെ മനസ്സിനുള്ളിൽ ഒരു വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കല്ല ചെയ്തത്. മറിച്ച് അല്ലാഹ് സെഡ്, ഐ ആം ഹിയർ, ഐ ആം വിത്ത് യു ആൻഡ് ഐ വിൽ ഹാൻഡിൽ ദിസ്. യാക്കൂബ് നബി അലൈഹി സ്വലാം തൻ്റെ മകൻ യൂസുഫിനെ മറ്റുള്ള മക്കൾ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ്. ആ സാഹചര്യത്തിൽ മകനെ കാണാതായപ്പോൾ ഹി വാസ് സോ വറീഡ്. ഭയങ്കര ടെൻഷൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇൻഫാക്ട് അദ്ദേഹത്തിൻ്റെ ആങ്സൈറ്റി കൂടി അയാളുടെ കാഴ്ച വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഈമാൻ കുറവായിരുന്നു, അദ്ദേഹത്തിൻ്റെ വിശ്വാസം കുറവായിരുന്നു എന്നുള്ളത്? ഒരിക്കലുമില്ല. ബിക്കോസ് ഹീസ് എ പ്രോഫറ്റ്. പ്രബോധനം എത്ര നടത്തിയിട്ടും ആരും വിശ്വസിക്കാതായപ്പം പല നബിമാർക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, പടച്ചോൻ എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യാന്നുള്ളത്. ആ സാഹചര്യത്തിലും അള്ളാഹ് ഒരിക്കലും നിന്റെ ഈമാൻ കുറവാണ്, നിന്റെ വിശ്വാസം കുറവാണെന്ന് പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. അള്ളാഹ് ഓൺലി സെഡ്, ഐ വിൽ ഹാൻഡിൽ ദിസ്, ഐ ആം ഹിയർ ഫോർ യു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നബിയും പ്രബോധനം നടത്തിയിട്ട് ആരും വിശ്വസിക്കാതായപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടപ്പോഴൊക്കെ നബി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാകും. ആ സാഹചര്യത്തിലും നബിൻ്റെ ഈമാൻ കുറഞ്ഞതുകൊണ്ടാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യ ഖദീജ ബീവി മരിച്ചപ്പോൾ, നബിയുടെ മൂത്താപ്പ മരിച്ചപ്പോൾ നബി അനുഭവിച്ച വിഷമം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അത് ഒരുപാട് തെളിവുകളായിട്ടുണ്ട്. നബി അത്രയും വിഷമിച്ചിട്ടുണ്ട്. ഭയങ്കര എത്രയും നഷ്ടമായിട്ടുള്ള, അത്രയും വിഷമം പിടിച്ചൊരു വർഷമായിരുന്നു അത് എന്നാണ് നബി പറഞ്ഞിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ നബി നല്ല വിഷമിച്ചിട്ടുണ്ട്, നബി കരഞ്ഞിട്ട് വരെ ഉണ്ടാക്കും. അപ്പോഴും ഒരിക്കലും അത് ഈമാൻ കുറയുന്നതുകൊണ്ടാണ് എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. പടച്ചോൻ ഒരിക്കലും അത് നബിനോട് പറഞ്ഞിട്ടില്ല. ഒരു ബിലീവർ എന്നുള്ള നിലയ്ക്ക് ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എത്രയൊക്കെ സ്ട്രെസ്ഡ് ആയാലും, ടെൻഷൻ ആയാലും, പേടിയായാലും, ആങ്ഷ്യസ് ആയാലും ഒരാൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനുണ്ട്, ഒരാൾ ഇത് ഹാൻഡിൽ ചെയ്യാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അത് നമ്മളെ ഹീൽ ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. തവക്കൽത്തു അലല്ലാ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കിങ്ങനെ ആങ്ഷ്യസ് ആവുമ്പോൾ, നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ, പേടി വരുമ്പോൾ, ടെൻഷൻ ആകുമ്പോൾ ഇതൊക്കെ ഏൽപ്പിക്കാൻ നമുക്കൊരാൾ മുന്നിലുണ്ടെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് കൂട്ടലേ ചെയ്യുന്നത്. സോ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ സ്വയം പറയുകയാണ് ഇത് എന്നെക്കൊണ്ട് പറ്റൂല, ഇതെൻ്റെ വിശ്വാസം കുറയുന്നതുകൊണ്ടാണ്, ഈമാൻ കുറയുന്നതുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ റിമെമ്പർ ദിസ്.